ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പച്ചക്കപ്പലണ്ടി ഉപയോഗിച്ച് ഒരു നല്ലൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. അധികം ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നിലക്കടല അല്ലെങ്കിൽ പച്ചക്കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റോളൊക്കെ വേവിച്ചു. എന്നിട്ട് അതിലത്തെ വെള്ളം കൂറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്ന നിലക്കടലയാണിത്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു 30 സെക്കൻഡോളം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സബോളയും ക്യാരറ്റൊന്നും അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് കടിക്കാൻ കിട്ടണം. ഇനി ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നിലക്കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സായി കഴിഞ്ഞു നമ്മുടെ നിലക്കടല. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള നിലക്കടല മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അധികം ചേരുവകളൊന്നും വേണ്ട. കഴിക്കേണ്ട നേരത്ത് വേണമെങ്കിൽ ഒരു ലേശം ചെറുനാരങ്ങയുടെ നീര് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊരു വേറൊരു ടേസ്റ്റ് തരും നമുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.